പ്രിയപ്പെട്ടവരായ ആദരണീയരായ എൻ്റെ പ്രേക്ഷകർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനിലേക്ക് സ്വാഗതം. നേര് പറഞ്ഞാൽ എന്ന എൻ്റെ ഒരു സ്ഥിരം പങ്ക്തി ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യ വീഡിയോ എന്ന നിലയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് വളരെ വേഗം നമുക്ക് മുന്നിലേക്ക് വന്നു ചേരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആഴ്ചകൾക്ക് ഉള്ളിൽ നടക്കുകയാണ്. അടുത്ത മാസം ഈ ദിവസമാകുമ്പോഴേക്കും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തു വരും. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി ഡിസംബർ മാസം ആദ്യവാരം കേരളത്തിൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും അടക്കം പുതിയ ഭരണസമിതികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏൽക്കുന്ന സ്ഥിതിയുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളാണ് ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ അവസരവും പങ്കാളിത്തവും പ്രാധാന്യവും കിട്ടുന്ന ഒന്നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെയും സാധാരണ പ്രവർത്തകർക്ക് ജനാധിപത്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാനുള്ള അവസരം കിട്ടുന്നത്. 940-ലധികം വരുന്ന കേരളത്തിലെ നമ്മുടെ പഞ്ചായത്തുകളിൽ എല്ലായിടത്തുമായി 21,000-ലധികം വാർഡുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പുകളിൽ. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, നമ്മുടെ മുനിസിപ്പാലിറ്റികൾ, നമ്മുടെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, ഇവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭരണസമിതികളുടെ കൈകളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാണ് മുന്നോക്കം എത്തുവാൻ കഴിയുക എന്ന ഒരു അന്വേഷണവും ഒരു അഭിപ്രായ പ്രകടനവും ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ 2 മുന്നണികളാണ് കഴിഞ്ഞ ദശാബ്ദങ്ങളായി രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് ഈ 2 പ്രധാന മുന്നണികൾ. മൂന്നാമതായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. പഞ്ചായത്തുകളിൽ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP മുന്നണിക്ക് കുറച്ചൊക്കെ സീറ്റുകൾ നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ചിലയിടങ്ങളിൽ വോട്ട് നിലവാരത്തിൽ അവർക്ക് മുന്നോക്കം പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഈ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റു 2 മുന്നണികളെയും കടന്നു കയറി മുന്നിലെത്തും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പ്രധാനമായും നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നത് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതു മുന്നണിയും കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDF എന്ന മുന്നണിയെയും കുറിച്ചാണ്. ഈ 2 മുന്നണികളിലും 2 തരത്തിലുള്ള പ്രതിസന്ധികൾ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിക്ക് നിഷ്പക്ഷമായി പറഞ്ഞാൽ വലിയ അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നമ്മുടെ കേരളത്തിൽ കുറച്ചു നാളായി നിലനിൽക്കുന്നുണ്ട്. തുടർ ഭരണത്തിലൂടെ 10ാമത്തെ വർഷം പൂർത്തിയാക്കുന്ന
പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ പേരിൽ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എതിർപ്പുകളും വിമർശനങ്ങളും പരാതികളും പരിഭവങ്ങളും ഒരു സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം പ്രതിഫലിച്ചത്. എന്നാൽ നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരായ ജനവികാരം മുതലെടുത്തുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുവാനുള്ള സാധ്യതകളെ മുതലെടുക്കുന്നതിന് പകരം UDF-നെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ കാര്യമില്ലാതെയും കാരണമില്ലാതെയും നിസ്സാര കാരണങ്ങളുടെ പേരിലും ഭിന്നതകൾ പാർട്ടിക്കുള്ളിൽ നിരന്തരം ഉണ്ടാക്കി നിലനിർത്തിക്കൊണ്ട് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരെ നിശബ്ദരും നിർവീര്യരും ആക്കി മാറ്റിയിരിക്കുന്നു എന്നത് തള്ളിക്കളയേണ്ട കാര്യമല്ല. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, നേതാക്കന്മാരുടെ യോഗങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് പറയുകയും എന്നാൽ അവിടം വിട്ടുകഴിയുമ്പോൾ പരസ്പരം ആശയപ്പൊരുത്തമില്ലാതെ, അഭിപ്രായ ഐക്യമില്ലാതെ പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തി പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നതാണ് നാം കണ്ടുവരുന്ന ഒരു വസ്തുത. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ആഴ്ചകൾക്കുള്ളിൽ ഇപ്പോൾ എന്തായാലും ക്രിയാത്മകമായ പ്രവർത്തനം നടക്കാൻ സാധ്യതയില്ലാത്ത കോൺഗ്രസ് പാർട്ടിയുടെ താഴെത്തട്ടുകളിലുള്ള പ്രവർത്തകരെ വിളിച്ചുണർത്തി ഒറ്റക്കെട്ടായി രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള സമയം അവശേഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പോലും കഴിയും എന്ന് തോന്നുന്നില്ല. മാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും പാഠം പഠിക്കുകയും ഒരുമയോടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടിക്കാർ നിലനിൽക്കുന്നത്. അവരുടെ പോലും പ്രതീക്ഷകളെയും മോഹങ്ങളെയും തല്ലിത്തകർത്തുകൊണ്ട് ആണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചില കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് തികച്ചും ഉറപ്പായി പറയുവാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയ സാധ്യത കോൺഗ്രസ് പാർട്ടിയും ആ പാർട്ടി നയിക്കുന്ന UDF-ഉം ഏത് വിധത്തിൽ അക്കരെ എത്തിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പു പറയാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നത്. മറുവശത്ത് ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. CPM കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് CPI എന്ന് പറയുന്ന രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മുഖ്യമായും ആ മുന്നണിയിലുള്ളത്. ഈ രണ്ട് മുന്നണികളും പ്രവർത്തന സജ്ജമായി ഒക്കെ പോകുന്നു എന്ന് വരുത്തുന്നുണ്ട്. എങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ അവരുടെ പാർട്ടി സംവിധാനം, നേതാക്കന്മാർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും സർക്കാരിനെതിരെ എന്ത് കഠിനമായ വിരോധങ്ങളും പ്രതിഷേധങ്ങളും പ്രതികാരങ്ങളും ഉയർന്നാലും അവയെ എല്ലാം ന്യായീകരിക്കാതെ അവയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ ഇറങ്ങി അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു പാർട്ടി സംവിധാനം CPM-ന് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോഴും പിണറായി വിജയൻ്റെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും അല്ലെങ്കിൽ ജില്ലാ നേതാക്കന്മാരുടെയും ഒക്കെ പേരിൽ പലതരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും ഉയരുന്നുണ്ടെങ്കിലും CPM-ൻ്റെയും CPI-യുടെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പാർട്ടിയും അവരുടെ കൊടിയും അവരുടെ അടയാളവും അവരുടെ ഭരണവും എന്നത് ഒരു വിട്ടുമാറാനാവാത്ത വികാരമാണ്. ആ വികാരം അതേ ശക്തിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രവർത്തന രംഗത്തിറങ്ങിയാൽ അത് UDF-ന് ഒരു ഭീഷണിയായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം വസ്തുതയാണ്, രണ്ടാം പിണറായി വിജയൻ്റെ സർക്കാർ
കേരളീയ സമൂഹത്തിന് മുന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള അതൃപ്തിയും അല്ലെങ്കിൽ ഒരു മോശമായ അഭിപ്രായവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ ആ പാർട്ടിക്കും ആ മുന്നണിയിലുള്ള ഘടകകക്ഷികൾക്കും കഴിയുമോ എന്നത് നമ്മൾ അനുഭവിച്ച് കണ്ട് അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആഴ്ചകൾക്കുള്ളിൽ നടക്കുവാൻ പോകുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് കുതിച്ചു കയറുവാൻ കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഉറപ്പ് പറയുവാൻ പറ്റില്ല. മൂന്നാമതായി നമുക്ക് വിലയിരുത്തേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJPയെ ആണ്. കേരളത്തിൽ എല്ലാ കാലത്തും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ തമ്മിൽ കലഹിക്കുന്നത് അതിലെപ്പോഴും മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് നാട്ടുകാർ പറയാറുള്ള കാര്യമാണ്. എന്നാൽ കോൺഗ്രസിനെയും മറികടന്നുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു പാർട്ടിയിലുമില്ലാത്ത വിധത്തിലുള്ള നേതാക്കന്മാരുടെ കലഹവും തമ്മിൽ തല്ലും ഭിന്നതകളും ഒക്കെയാണ് കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിനകത്ത് നിലനിൽക്കുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തിയത്. ഒരു വലിയ ബിസിനസ്സുകാരനും ടെക്നോക്രാറ്റുമായ രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥത്തിൽ കെട്ടിയിറക്കപ്പെട്ട ഒരു പ്രസിഡന്റായി മാറുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. സാധാരണ പ്രവർത്തകരുമായി മാത്രമല്ല BJPയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുമായി പോലും ഇഴചേരുവാനും അവരോട് ഇടപഴകുവാനും തയ്യാറാകുന്നതിന് പകരം എല്ലാം ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ ആവിഷ്കരിച്ചുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കുവാനുള്ള തന്ത്രങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ പയറ്റിയത്. ഇതിൻ്റെ പേരിൽ തന്നെ നിരന്തരം കലഹവും കലാപവും BJP എന്ന കേരളത്തിലെ പാർട്ടിക്കകത്ത് നടക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 25% സീറ്റുകൾ കൂട്ടിയെടുക്കുന്നതിനുള്ള പരിപാടികളും പദ്ധതികളുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും പരിപാടികളുമൊക്കെ പാർട്ടി യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുകയും എല്ലാവരും അതിനോട് യോജിക്കുകയും ചെയ്തു എങ്കിലും തുടർന്നു വരുന്ന കലഹം മൂലം പാർട്ടിയുടെ ഒരു യോഗം പോലും നടക്കുവാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ BJP എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നേടിയ അതേ സീറ്റെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ BJP നേടുമോ എന്ന കാര്യം പോലും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ഒരു പങ്ക് യഥാർത്ഥത്തിൽ വഹിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയും CPMുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്നും ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ പരിതാപകരമായ സ്ഥിതി കൊണ്ട് ആ BJP വോട്ടുകൾ എങ്ങോട്ടെങ്കിലും മാറുകയും മറിയുകയും ചെയ്താൽ ആ വോട്ടുകൾ ഏത് മുന്നണിയുടെ പെട്ടിയിൽ വീഴും എന്നതിനെ ആശ്രയിച്ചായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയാണോ വലതു മുന്നണിയാണോ മുന്നിൽ എത്തുക എന്ന് പറയുവാൻ കഴിയുക. ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ BJP വോട്ടുകൾ സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നത് എല്ലാവരും അറിയുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ അത് പ്രാബല്യത്തിൽ വരുമോ വരില്ലയോ എന്നത് ആ തെരഞ്ഞെടുപ്പ് ഘട്ടം എത്തുമ്പോൾ മാത്രം പറയുവാൻ കഴിയുന്ന കാര്യമാണ്. ഒരു കാര്യം മാത്രം അവസാനമായി നമുക്ക് ഒരു ബോധ്യത്തിൽ എത്തുവാൻ കഴിയും. നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിക്ക് മുന്നിൽ എത്തുവാൻ, മുന്നേറ്റം നടത്തുവാൻ, ഉയരങ്ങളിലേക്ക് എത്തുവാൻ ഒരുപാട് സാധ്യതകളുള്ളതാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. ആ അന്തരീക്ഷം മുതലെടുക്കുവാനും ആ അനുകൂലമായ സാഹചര്യത്തെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ വോട്ടുകളാക്കി മാറ്റി ഫലം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനും ഉള്ള ഒത്തൊരുമയും കൂട്ടായ്മയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പുലർത്തുമോ, അവർ ജനങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ ആയിത്തീരുമോ എന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ നോക്കിയിരിക്കുന്ന ഒരു കാര്യം. നേതാക്കന്മാർ നേരാം വണ്ണമാണെങ്കിൽ
ഒരു കാര്യം ഉറപ്പാണ്, പ്രവർത്തകർ ഊർജ്ജസ്വലമായി രംഗത്തിറങ്ങും. അവരിറങ്ങിയാലാണ് വീട്ടിലിരിക്കുന്ന വോട്ടുകൾ വോട്ട് പെട്ടിക്കുള്ളിലേക്ക് മാറുക. അതിനുള്ള പ്രവർത്തനം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആത്മാർത്ഥമായി നടത്തുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിലവിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം എന്ന ഒറ്റ തരംഗം കൊണ്ട് തന്നെ കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിക്ക് മുന്നിലെത്താൻ കഴിയും. മറുവശത്ത് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ പല തന്ത്രങ്ങളും പയറ്റി അതിൻ്റെ നേട്ടം കൊയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ CPM. അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും അതിൻ്റെ നേതാക്കളും തെരഞ്ഞെടുപ്പുകളിൽ വിജയം തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി കാലാനുസൃതമായ നീക്കുപോക്കുകളും ജാതി മതവിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള പരിശ്രമങ്ങളും നടത്തുക പതിവാണ്. അത്തരം പതിവ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അവസരത്തിലും CPM-ഉം CPI-യും ചേർന്നുകൊണ്ട് നടത്തിയാൽ അത് ചിലപ്പോൾ അവരുടെ വിജയത്തിലേക്ക്, അവരുടെ മുന്നേറ്റത്തിലേക്ക് എത്തുന്ന വോട്ടിംഗ് നിലവാരം ഉണ്ടാക്കിയെടുക്കും എന്നത് പറയാതിരിക്കുവാൻ കഴിയില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അവർ പരിശ്രമിക്കുന്നുണ്ടാവും. ആ പരിശ്രമം വിജയിച്ചാൽ ഇടതുപക്ഷ മുന്നണി സാധാരണഗതിയിൽ ഭൂരിഭാഗം സീറ്റുകളിൽ അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഒരു കാര്യം നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല. കേരളത്തിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും 60% സീറ്റുകൾക്ക് മുകളിൽ എപ്പോഴും ഇടതുപക്ഷങ്ങളുടെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചു വരിക പതിവായിട്ടുള്ളത്. ബാക്കിയാണ് കോൺഗ്രസ്സിന് സ്വന്തമാക്കുവാൻ കഴിയുക. ഇതൊക്കെയാണ് പൂർവ്വകാല ചരിത്രമെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ കഴിഞ്ഞ കാലത്ത് നേരിട്ടതിനേക്കാൾ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും പ്രതിസന്ധികളും പരാതികളും പരിഭവങ്ങളും ഒക്കെ പിണറായി സർക്കാരിൻ്റെ പേരിൽ ജനങ്ങൾക്ക് അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേപടി നമുക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ശ്രമിച്ചാൽ ഈ 60% വിജയസാധ്യതയിലേക്ക് UDF-ന് എത്തിച്ചേരുവാൻ കഴിയും എന്നതും നമ്മൾ വിലയിരുത്തപ്പെടേണ്ട, അല്ലെങ്കിൽ വിലയിരുത്തി നമ്മുടെ ചർച്ചകൾക്ക് പരിസമാപ്തി ഉണ്ടാക്കേണ്ട വസ്തുതയാണ് എന്ന് പറയുവാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്.